അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ദൈവത്തിന് വേണ്ടി ഒത്തിരി യാഗങ്ങൾ പുതിയ നിയമത്തിൽ വന്നതിന് ശേഷവും നമ്മുടെ ഒരു ചിന്തയാണ്, നമ്മൾ കർത്താവിന് വേണ്ടി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന് നമ്മളോട് ഭയങ്കര ഇംപ്രഷനാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് കേട്ടോ. പക്ഷേ ദൈവം ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന് ദൈവം മാർക്കിടുന്ന ദൈവമാണ്. ഈ ശൗലിനെ മാറ്റി ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം പറഞ്ഞ ഒരു കാര്യം, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. അവൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജാവായിട്ട് ഒരിക്കലും ക്വാളിഫൈ ആവില്ല അവൻ. പക്ഷേ ദൈവം അവൻ്റെ ഹൃദയത്തെയാണ് നോക്കിയത്. അനുസരണം ദൈവത്തിനേറെ പ്രസാദമുള്ള ഒരു വിഷയമാണ്. ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യണം എന്നൊരു പ്രമാണവും ഇല്ല എന്നങ്ങ് ആക്കി വെച്ചേക്കുക. പക്ഷെ ദൈവത്തിൻ്റെ സ്ഥിരമായ പ്രമാണങ്ങളായത്, ദൈവത്തിന് ആ ഒരു ഓർഡർ, ആ ഒരു ഹൈറാർക്കി അല്ലേ, ആരോട് കീഴ്പ്പെട്ടിരിക്കണം, അധികാര സ്ഥാനങ്ങളിൽ ദൈവം ഇരുത്തിയിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ബഹുമാനം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സഭയിൽ മുതിർന്ന സഹോദരിമാർക്ക് ദൈവം വലിയൊരു ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തെ മാതൃകയായി അവർ കാത്തു പരിപാലിക്കണം. യൗവനക്കാരികളെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവർ പരിശീലിപ്പിക്കണം. പ്രൈസ് ദ ലോർഡ്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം. പ്രായോഗിക ജീവിത വിഷയങ്ങൾ ചിലത് ഒരുമിച്ച് നമുക്ക് ചിന്തിച്ച് മുമ്പോട്ട് പോകണം. ഇത് നമുക്കറിയാം, ഈ തീത്തോസിൻ്റെ ലേഖനം എന്ന് പറയുന്നത് അപ്പോസ്തോലനായ പൗലോസിൻ്റെ ഒരു ആത്മീയ മകനാണ് തീത്തോസ്. ഈ ക്രേത്ത എന്ന് പറയുന്ന സഭയിൽ താൻ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നു, സഭാ ശുശ്രൂഷയിലായിരിക്കുന്നു. അവിടെയുള്ളവർക്ക് ആ സഭയോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ ലേഖനം താൻ തീത്തോസിന് എഴുതുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യം മുതൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാരണം സഹോദരിമാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വൃദ്ധമാരും അങ്ങനെ തന്നെ. അപ്പോൾ അതിനു മുമ്പ് പുരുഷന്മാരോടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സഹോദരിമാരോടുള്ള വിഷയങ്ങൾ വീണ്ടും അവിടെ രേഖപ്പെടുത്തുകയാണ്. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണം എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് അവിടെ താഴെ നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ഇവിടെ ഈ വൃദ്ധമാര് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രായമുള്ള സഹോദരിമാരെന്ന് മാത്രമല്ല അത് അർത്ഥമാക്കുന്നത്, മറിച്ച് ആത്മീയ പക്വതയുള്ളവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളെ അറിയാവുന്നവർ, അങ്ങനെയുള്ള സഹോദരിമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു സഭയ്ക്കകത്ത് അല്ലേ, ആത്മീയ പക്വതയുള്ള ഒരു സ്പിരിച്വൽ മദേഴ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചില സഹോദരിമാർ, അവർ ഇപ്രകാരമുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പറയുകയാണ്. അപ്പം ശ്രദ്ധിക്കണം, ഈ സഭയുടെ ശുശ്രൂഷകൻ തീത്തോസ് എന്ന് പറയുന്ന പുരുഷനായിരിക്കുന്ന അല്ലേ, എല്ലാ കഴിവുകളും ഒരു പാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു വ്യക്തി ആ സഭയിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്, യൗവനക്കാരികളെ ചില കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ മുതിർന്ന സഹോദരിമാർ, വൃദ്ധമാര്, മെച്യൂർ ക്രിസ്ത്യൻ വിമൺ എന്ന് പറയുന്ന ചിലർ സഭയ്ക്കകത്തുണ്ടായിരിക്കണം. അത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഈ യൗവനക്കാരികൾ വളർന്നു വരുമ്പോൾ അവർക്കൊന്ന് റോൾ മോഡലായിട്ട് കാണാൻ പറ്റുന്ന ചിലർ അവരുടെ മുൻപിൽ അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പം നോക്കിക്കേ, അവരുടെ കഴിവുകൾ പറയുന്നുണ്ട്. അവർ നടപ്പിൽ പവിത്ര, ദേ ഷുഡ് ബി ഹോളി, റെവറൻറ്റ് ബിഹേവിയർ ആയിരിക്കണം. അവരുടെ നടപ്പിനെ കുറിച്ചൊരു സാക്ഷ്യം ഉള്ളവരായിരിക്കണം. നമ്മൾ സഹോദരിമാർ പലപ്പോഴും നമുക്ക് നെഗറ്റീവ് പറയപ്പെടുന്ന ചില മേഖലകളാണിത് അല്ലേ. നമ്മുടെ സ്വഭാവം,
നമ്മുടെ സമീപനങ്ങൾ, അതിനകത്ത് ഡിഗ്നിറ്റി ഇല്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ വർത്തമാനം പറയുന്നത്, ഏഷണി പറയുന്ന സ്വഭാവം, അതൊക്കെ വെച്ച് സഹോദരിമാർ പലപ്പോഴും നമ്മളെ കളിയാക്കുന്ന ചില വിഷയങ്ങളാണ് മനുഷ്യർ ഇൻ ജനറൽ. കർത്താവ് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വലിയൊരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് നെഗറ്റീവായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏഷണി പറയാത്തവരും വീഞ്ഞിനടിമപ്പെടാത്തവരും, വീഞ്ഞ് എന്ന് പറയുമ്പോൾ അല്ലേ ഒന്നിനും അടിമപ്പെടാത്തവർ, അത് സിനിമയായേക്കാം, സീരിയലായേക്കാം, യൂട്യൂബ് ആയേക്കാം, മൊബൈൽ അഡിക്ഷൻ ആയേക്കാം, അല്ലെങ്കിൽ വെറുതെ ചിലർക്ക് ഷോപ്പിങ്ങിന് പോകുന്ന ഒരു അഡിക്ഷൻ ഉണ്ട്, ഒരു വിധത്തിൽ ഭക്ഷണം പ്രിയരായിട്ടുള്ളവരുണ്ട് അല്ലേ, ഓവർ ഈറ്റിംഗ്. ഇങ്ങനെ ഒരു കാര്യത്തിനോടും അടിമപ്പെടുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷമുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം 4-ാം വാക്യം പറയുന്നത്, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ചിലത് ഇവർ പരിശീലിപ്പിക്കണം. ആ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയ ഉള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കുവാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായി ഇരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. അപ്പോൾ ഇത് ഈ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ടൈറ്റസ് 2 മിനിസ്ട്രി എന്ന് പറയുന്ന വലിയ ഒരു ഉത്തരവാദിത്വം സഭയിലുള്ള മുതിർന്ന സഹോദരിമാരുടെ മുകളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, നമ്മൾ അല്ലേ പലരത് മനസ്സിലാക്കുന്നവരാണ്. എന്നാലും പാസ്റ്റർമാരെല്ലാം ചെയ്തോളും എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളിത് അവരുടെ മുകളിലേക്ക് എല്ലാ ഉത്തരവാദിത്വവും പെട്ടെന്നിടുന്നവരാണ്. പക്ഷേ സഹോദരിമാർ അല്ലേ, അവർക്കൊരു റോൾ മോഡലായിട്ട് കണ്ട്, തിമോത്തിയോസിനൊരു പൗലോസ് ഉണ്ടായിരുന്നത് പോലെ അല്ലേ, തീത്തോസിനൊരു പൗലോസ് ഉണ്ടായിരുന്നത് പോലെ, എലീഷയ്ക്കൊരു ഏലിയാവ് ഉണ്ടായിരുന്നത് പോലെ, റൂത്തിന് ഒരു നവോമി, ഒത്തിരി ഉദാഹരണങ്ങൾ ഒരുപക്ഷെ ദൈവവചനത്തിനകത്ത് നമുക്ക് പറയാനില്ല. പക്ഷെ ഒരു മാതൃകയായി കണ്ട് എനിക്കും ഈ വ്യക്തിയെ പോലെ ആയിത്തീരണമെന്നൊരു റോൾ മോഡൽ ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു സ്ത്രീക്ക് അതായി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ പാസ്റ്ററിനാണ് ഈ ലേഖനം എഴുതുന്നതെങ്കിലും യൗവനക്കാരികളെ എല്ലാം കൂടെ വിളിച്ച് ബൈബിൾ ക്ലാസ് എടുക്കണം എന്നൊരു കാര്യം മാത്രമല്ല പറയുന്നത്. ഒരു പാസ്റ്ററിന് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ആത്മീയമായിട്ടുള്ള രീതിയിൽ എല്ലാ വിശ്വാസികളുടെ മേലും അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു പിതാവിൻ്റെ സ്ഥാനമാണ് ഉള്ളത് ഒരു പാസ്റ്ററിന്. എന്നാലും ഒരു മാതാവിൻ്റെ സ്ഥാനം മുതിർന്ന സഹോദരിമാർ യൗവനക്കാരികളുടെ മുകളിൽ എടുക്കണം. അത് നിങ്ങൾ തന്നെ ചെയ്യണം. യൗവനക്കാരികളെ നിങ്ങൾ തന്നെ പരിശീലിപ്പിക്കണം. അത് നിങ്ങളുടെ മിനിസ്ട്രിയാണ് എന്ന് വ്യക്തമായി ബൈബിളിൽ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. അതിലും ശ്രദ്ധേയമായ കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ തലമുറയിൽ അല്ലേ ഈ കാര്യങ്ങൾക്കൊക്കെ അധികം പ്രസക്തി ഉണ്ടോ എന്ന് നമ്മുടെ മക്കൾ ചിന്തിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളവരെ വിദ്യാഭ്യാസപരമായിട്ടും മറ്റുള്ള താലന്തുകളിലും എല്ലാം വളരാൻ സാധ്യതകളുണ്ട്. അവരും പഠിക്കുന്നു അല്ലേ, അവർക്കും നമ്മൾ നല്ല പ്രൊഫഷണൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കുന്നു. അവരും ജോലിക്ക് പോകുന്നു. വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾ ചുരുക്കമാണ്. അപ്പം അവരും പുറത്തിറങ്ങി ജോലിക്ക് പോകുന്നു. അറിഞ്ഞോ അറിയാതെയോ പുരുഷനുമായി ഒരു തുല്യ സ്ഥാനം എനിക്കുമുണ്ടല്ലോ. ഞാൻ എന്തിന് വീട്ടിലെ ജോലി ഞാൻ തന്നെ ചെയ്യണം? എങ്ങനെ ആ ഒരു വുമൺഹുഡിൻ്റെ ചില ദൈവം തന്നിരിക്കുന്ന റോളുകൾക്കകത്തു പോലും ഒരു കൺഫ്യൂഷൻ വരത്തക്ക രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇന്ന് നമ്മുടെ ചുറ്റും. പ്രത്യേകിച്ചും പെൺകുട്ടികൾ അവർ പഠിച്ച് ജോലിയോടുള്ള ബന്ധത്തിൽ വീട്ടിൽ നിന്നും പുറത്തുപോയി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് വരുന്ന ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മൾ പഠിക്കുവോ ജോലി ചെയ്യുവോ പുറത്തിറങ്ങി വർക്ക് ചെയ്യുവോ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആകുകയോ ചെയ്യുന്നതിനകത്ത് ഒരു കുഴപ്പവുമില്ല. കാരണം സദൃശ്യവാക്യം 31-ാം അധ്യായത്തിലുള്ള ഒരു സഹോദരിയെ അല്ലേ ഉത്തമ സ്ത്രീ അല്ലെ ഭാര്യ എന്ന് പറഞ്ഞ് വെർച്വസ് വുമൺ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഗുണങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ മൈൻഡിൽ ഒരു ബാലൻസ്ഡ് പിക്ചർ കിട്ടും. വീടിനകത്ത് അടുക്കളയ്ക്കകത്ത് ഫുഡും ഉണ്ടാക്കി, വീടും തൂത്തുവാരി, ഭർത്താവിൻ്റെ കാര്യങ്ങളും നോക്കി, മക്കളുടെ കാര്യങ്ങളും നോക്കി, അങ്ങനെ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സഹോദരിയുടെ ചിത്രമല്ല നമുക്കവിടെ കിട്ടുന്നത്. ആ ഉത്തമ സ്ത്രീ അല്ലേ, അവളുടെ വില മുത്തുകളെക്കാളും ഏറിയതെന്ന് പഠിപ്പിക്കുന്ന ആ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാൻ സമയം കിട്ടുമോ എന്നറിയത്തില്ല. എന്നാലും 10-ാം വാക്യം മുതൽ താഴോട്ട് ഞാൻ യൗവനക്കാരികളോട് പറയാറുണ്ട്, അതെല്ലാം നിങ്ങൾ എഴുതി നിങ്ങളുടെ റൂമിനകത്ത്, നിങ്ങളുടെ കബോർഡിനകത്തോ എവിടെയെങ്കിലും അത് ഒട്ടിച്ചു വെക്കണം. കാരണം ഒരു ഉത്തമ സ്ത്രീ അവരെ വിവരിച്ചിരിക്കുന്നത് മനോഹരമായ വിധത്തിലാണ് അല്ലേ. അവളുടെ ഭവനത്തിൽ അവൾ ഒരു അനുഗ്രഹമാണ്, ഭർത്താവിനൊരു അനുഗ്രഹമാണ്, ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, മക്കൾ അവൾ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുന്നു. എന്നാൽ അവിടം കൊണ്ട് അവൾ ഒതുങ്ങുന്നില്ല. അതൊരു ഫസ്റ്റ് ലെവൽ പോലെ, അതൊരു ഫൗണ്ടേഷൻ പോലെ. അതിൻ്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും അവൾക്ക് പണിയാം, അവൾക്ക് വളരാം, അവൾക്ക് ശോഭിക്കാം അല്ലേ. ചിറകുകൾ ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അവളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നവർക്ക് അവൾ അനുഗ്രഹം, അയലോക്കത്തിന് അനുഗ്രഹം അല്ലേ, ആ പട്ടണത്തിൽ അവരൊരു അനുഗ്രഹം, സഭയ്ക്ക് അനുഗ്രഹം. അവൾ കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവളുടെ താലന്തുകളെ എല്ലാം ഉപയോഗിച്ച് അവൾ കുടുംബത്തിനും മറ്റുള്ളവർക്കും എല്ലാം അല്ലേ ലാഭമുണ്ടാക്കുന്ന ഒരു സ്ത്രീ എന്നൊരു വിധത്തിലാണ് അവളെ വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ഒരു ചുരുങ്ങിയ മനസ്ഥിതി ഉള്ള ഒരു വ്യക്തിയാ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്നൊരു വിധത്തിലല്ല ഞാൻ പറയുന്നത്. ബട്ട് അടിസ്ഥാനപരമായി ഒരു പെൺകുട്ടിക്ക് ബിബ്ലിക്കൽ വുമൺഹുഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വളർന്നു വരുമ്പോൾ, നമ്മൾ ആദ്യത്തെ സെഷനിൽ ചിന്തിച്ചു, പുരുഷനുമായി തുല്യ ലെവലിലാണ് ദൈവം ഈ സഹോദരിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈക്വൽ ബട്ട് ഡിഫറെൻ്റ്. അവളുടെ വിളി വ്യത്യസ്തമാണ്. അവളിലൂടെ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അതിനനുസരിച്ചുള്ള കഴിവുകളാണ് ദൈവം ഈ സഹോദരിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഈ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച ആ വിഷയം നമ്മൾ കേട്ടപ്പോൾ നമുക്കറിയാം, ഒരു സ്ത്രീയെ സൃഷ്ടിക്കണമെന്ന് ദൈവത്തിന് തോന്നിയത് തന്നെ ഈ പുരുഷനേകനായി ഇരിക്കുന്നത് നല്ലതല്ല, ഇദ്ദേഹത്തിനൊരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ്. അപ്പം ഹവ്വായെ സഹായിക്കാൻ വേണ്ടി ദൈവം ആദാമിനെ സൃഷ്ടിച്ചു എന്നുള്ളതല്ല പോയിന്റ് ടു ബി നോട്ടഡ്. ഇന്ന് പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. സ്ത്രീയാണ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അവൾക്കാണ് ജോലിയുള്ളത്, അവൾക്കാണ് പദവിയുള്ളത്, അവളാണ് പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ ഭർത്താവ് എന്നെ സഹായിക്കുന്നില്ല എന്നൊരു കംപ്ലൈൻ്റാണ് പല സഹോദരിമാർക്കും ഇന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിൽ, എൻ്റെ ഹസ്ബൻഡിന് എന്തുകൊണ്ട് കുക്ക് ചെയ്തുകൂടെ, എൻ്റെ ഹസ്ബൻഡിന് എന്തുകൊണ്ട് പുള്ളി എന്നെ സഹായിക്കുന്നില്ല. സാധാരണ ഞാനും പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത്, പക്ഷെ ദൈവം എന്നെ പിന്നീട് പഠിപ്പിച്ച ചില വിഷയങ്ങളാണത്. അപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്കൊരു നല്ല സഹായി അല്ല എന്ന് ചിന്തിക്കുന്ന സഹോദരിമാരുടെ ഒരു മനോഭാവമാണ് ഇപ്പം നമുക്ക് കൂടുതലായിട്ടും കാണുവാനായിട്ടും നമ്മൾ നമ്മുടെ മുൻപിൽ വരുന്നത്. എന്നാൽ ഒരു സഹോദരി അവളുടെ ഭർത്താവിനൊരു തക്ക തുണയായി അവൾക്ക് നിൽക്കാനായിട്ട് കഴിയണം. അത് അവളുടെ ബേസിക് കോളിംഗ് ആണ്. ഒരു പെൺകുട്ടി അവൾ വളർന്നു വരുമ്പോൾ തന്നെ അവളെ ഗ്രൂം ചെയ്തെടുക്കേണ്ടുന്നത് ആ രീതിയിലാണ്. അവളൊരു മകളായി ഇരിക്കുമ്പോൾ തന്നെ അവളുടെ വീട്ടിൽ അവളുടെ സഹോദരൻ അല്ലേ ബ്രദേഴ്സുമായിട്ട് അവൾക്കൊരു തുല്യ സ്ഥാനം, തുല്യ അവകാശമുണ്ട് എങ്കിലും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, വീട്ടുകാര്യങ്ങൾ നോക്കുന്ന അല്ലേ, ഒരു ഹോം മേക്കിംഗ് കപ്പാസിറ്റിയോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവർക്ക് ബഹുമാനം കൊടുക്കുന്ന, പറഞ്ഞാൽ അനുസരണമുള്ള ആ ഒരു ഗുണവിശേഷതകളോടുകൂടെ വളർന്നു വരുന്ന ഒരു കുഞ്ഞുങ്ങൾ ആയിരിക്കണം. പലപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് ഞാനങ്ങനെ നമ്മളെല്ലാം പറയുന്ന ഒരു വിഷയമാണ്. നമ്മളോട് നമ്മുടെ അമ്മമാരും പറഞ്ഞിട്ടുണ്ട്, നാളെ നീ വേറെ ഒരു വീട്ടിലേക്ക് പോകേണ്ടിയവളാണ് അല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് പറയും. അത് ശരിയാണ്. കാരണം സ്വന്തം വീട്ടിൽ അവിടെ വെച്ച് നമ്മൾ പഠിച്ചെടുക്കുന്ന ചില ആ അനുസരണം, ബഹുമാനം കൊടുക്കുന്ന, കാരണം അവൾ വിവാഹം കഴിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഭർത്താവിനോടുള്ള ബന്ധത്തിൽ
ഭർത്താവിനോട് അവൾ തുല്യ അവകാശം, തുല്യ നിലവാരം ആത്മീയ തലത്തിൽ അവൾക്കുള്ളവളാണ് എങ്കിലും ആ ഒരു യൂണിറ്റിനകത്ത് ഭർത്താവിനോട് അവൾ കീഴ്പ്പെട്ടിരിക്കണം. കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ സ്ഥിരമായ നിർണയമാണ്. ഇനി ഭർത്താവിന് അതിനനുസരിച്ച് കഴിവോ ഉണ്ടോ, മിടുക്കുണ്ടോ, പഠിത്തമുണ്ടോ, ജോലിയുണ്ടോ, ഇതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ ഭർത്താവിനോട് അവൾ കീഴ്പ്പെട്ടിരിക്കണം. അവളുടെ ജീവിതം, അവളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു സബ്മിസീവ് ആറ്റിറ്റ്യൂഡായിരിക്കണം. അപ്പം ഇത് വീടിനകത്ത് അവൾക്ക് ഭാര്യ എന്ന് പറയുന്ന ഒരു റോൾ എടുക്കുമ്പോൾ തന്നെ ആ കഴിവുകൾ അവൾക്കുണ്ടായിരിക്കണം. ഒരു കാര്യം മാത്രം നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് പോകാം. പ്രോവേർബ്സ് 31 അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചോ. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും എന്നാ ചോദിക്കുന്നത്. സാമർഥ്യമുള്ള സ്ത്രീ ആർക്ക് കിട്ടും എന്നല്ല ചോദിച്ചിരിക്കുന്നത്, അല്ലേ? മറ്റൊരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഭാര്യയെ കിട്ടുന്നവൻ അവന് നന്മ ലഭിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരർത്ഥമുണ്ട്. അതായത് ഭാര്യയുടെ വിവാഹം, സാധാരണ നമ്മൾ ചിന്തിക്കുന്ന എന്താ, ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവൾ ഒരു ഭാര്യയായി മാറുന്നത്. അത് ശരിയാണ്. എന്നാൽ വിവാഹപ്രായമാകുന്ന സമയത്ത് തന്നെ ഒരു ഭാര്യയ്ക്ക് വേണ്ടുന്ന ഗുണവിശേഷതകളുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം ഇവൾ എന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവൾ അത് കഴിഞ്ഞല്ല അത് പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഭാര്യയുടെ ഗുണമുള്ള അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ ആർക്ക് കിട്ടും? അവളുടെ വിലയാണ് മുത്തുകളിലും ഏറിയത്. ജസ്റ്റ് ഒരു പെണ്ണായി ഈ ഭൂമിയിൽ ജനിക്കുന്നത് കൊണ്ടായില്ല, അല്ലേ? ചില ഗുണവിശേഷതകൾ, ചില ട്രെയിനിങ്ങുകൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് ഒരു ഉത്തമ ഭാര്യയുടെ ഗുണങ്ങളുള്ള ഒരു പെണ്ണ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനത്തൊരു പെൺകുട്ടി എത്തിച്ചേരുക എന്നുള്ളത് യൗവനക്കാരികളുടെ ട്രെയിനിങ്ങിൽ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തിരിച്ച് തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരാം. സോ ഫാമിലി ഈസ് ദ ഫൗണ്ടേഷൻ. ഗോഡ് ഈസ് സോ പാഷനേറ്റ് അബൌട്ട് ദ ഫാമിലി. അത് ബേസിക് യൂണിറ്റാണ്. സ്വന്തം ഭവനത്തിൽ വിശ്വസ്തത പുലർത്തുവാനോ അല്ലേ ഭർത്താവിനോടും മക്കളോടുമുള്ള ബന്ധത്തിൽ പൊസിഷൻ ചെയ്ത് നിൽക്കാൻ അറിയാൻ മേലാത്ത സ്ത്രീക്ക് പുറത്തോട്ട്, അതിൻ്റെ മുകളിലേക്ക് അവൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അടിസ്ഥാനമില്ലാത്ത ഒരു വീട് പണിയുന്നത് പോലെ ആയിരിക്കും. ഒത്തിരി സ്ത്രീകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുണ്ട്. അവർക്ക് നല്ല മിടുക്കികളാണ്, സ്മാർട്ടാണ്, പഠിത്തമുണ്ട്, ജോലിയുണ്ട്, ശുശ്രൂഷ കഴിവുകളുണ്ട്. അപ്പോൾ വീട് നെഗ്ലക്റ്റ് ചെയ്തിട്ട് അവർ ഈ കാര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ദൈവവചന പ്രകാരം ശരിയല്ല. ഓക്കെ, നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഞാനൊന്ന് പറയുകയാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം, അവിടെ അധ്യക്ഷന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു വ്യക്തി ശുശ്രൂഷകൻ അല്ലെങ്കിൽ അധ്യക്ഷനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരേപോലെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ മുൻപിൽ പറയുന്നുണ്ട്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും. സഹോദരന്മാരോടുള്ള ബന്ധത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്തോത്രം, എന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? അർത്ഥം എന്താണ്? ഒരു കുടുംബത്തെ പരിപാലിക്കുന്നത് പോലെ തന്നെയാണ് ഒരു സഭയ്ക്കകത്തുള്ള ഡൈനാമിക്സ്. ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് ഒരു ദൈവസഭ. അപ്പോൾ ആ കുടുംബത്തെ നന്നായി പരിപാലിച്ച് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതൊരു വലിയ വിഷയമാണ്. അതൊരു ടൈം വേസ്റ്റ് അല്ല. എനിക്ക് ഒത്തിരി കഴിവുകളുണ്ട്, എനിക്ക് എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയേനെയും, പക്ഷേ എന്നും വീട്ടിലെ ജോലി, പിള്ളേരുടെ കാര്യം, എന്നും ഫുഡ് ഉണ്ടാക്കണം, നമുക്ക് സഹോദരിമാർക്കുള്ള എന്നും പാത്രം കഴുകണം, തീരാത്ത ജോലികളാണ്.
അല്ലേ? പക്ഷേ അത് നന്നായി മാനേജ് ചെയ്യാൻ അറിയാവുന്നതിലൂടെ നമ്മുടെ ഉള്ളിലൊരു വലിയ ട്രെയിനിങ്, നമ്മൾ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചില്ലെങ്കിലുമായി അല്ലേ, പക്ഷെ ഭയങ്കര ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ വരികയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, നേതൃത്വത്തിന് വേണ്ടിയുള്ള ഒരു വലിയ കഴിവ് ഇതിനകത്തൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. അപ്പം അങ്ങനെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് ദൈവം കൊടുക്കുന്നത്. അതൊരു ബേസിക്കാണ്. അപ്പം ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്, ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് ഞാൻ ഏർപ്പെടുന്ന ശുശ്രൂഷകളിൽ എൻ്റെ മിനിസ്ട്രിയുടെ പിന്നിലുള്ള ഒരു ദർശനം. ഇതാണ്. നമ്മൾ മക്കളെ വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എല്ലാം വിട്ട് പഠിപ്പിക്കും, അവർക്ക് നല്ല ഡിഗ്രികൾ കിട്ടും. പക്ഷേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ, ബന്ധങ്ങൾ, അല്ലേ, ഒരു കുടുംബത്തെ മാനേജ് ചെയ്യാവുന്ന, എങ്ങനെ ഒരു നല്ല ഭാര്യയായി തീരാൻ കഴിയും, എങ്ങനെ ഒരു നല്ല ഭർത്താവായി തീരാൻ കഴിയും, എങ്ങനെ ഒരു നല്ല മാതാവായി തീരാൻ കഴിയും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലൊന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നല്ല വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ജോലിയൊക്കെ ഉള്ള മക്കൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ, അല്ലെ, സാമൂഹികമായിട്ട് അവർ ഒരു സോഷ്യലായിട്ട് അവരുടെ ബന്ധങ്ങൾക്കകത്ത് വളരെയധികം തകർച്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഡിവോഴ്സിൻ്റെ റേറ്റുകൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ഈ കേരളം പോലൊരു സ്ഥലത്ത്, സെൻട്രൽ ട്രാവൻകൂർ പോലൊരു സ്ഥലത്ത് ഫാമിലി കോടതികളിൽ വിശ്വാസികൾ ഫയൽ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ കാര്യം വിട്ടേര്, വിശ്വാസി കുടുംബങ്ങളിൽ പോലും വിവാഹം കഴിച്ചു, അല്ലേ, അതിനു മുൻപ് പിള്ളേർക്ക് ചെറിയ പ്രായത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനകം, 1 വർഷത്തിനകം ഒരു കാരണവശാലും ഇനി ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിവാഹമോചനം എന്ന് ദൈവം വെറുക്കുന്ന, ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്നുള്ള സ്ഥിരമായ ദൈവത്തിൻ്റെ ആ നിയമത്തെ വളരെ ലാഘവമായി ലംഘിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഈ ബന്ധത്തിനകത്തുനിന്ന് ഉടമ്പടി ബ്രേക്ക് ചെയ്യാണ്. ബ്രേക്കിംഗ് കവനന്റ്. അവർ ഗോഡ് ഈസ് എ കവനന്റ് കീപ്പിംഗ് ഗോഡ്. നമ്മളെത്ര അവിശ്വസ്തത കാണിച്ചാൽ പോലും നമ്മളെ കൈവിടാത്ത ദൈവമാണ്. പക്ഷേ വളരെ ലാഘവമായിട്ട് ഉടമ്പടിയെ മുറിച്ചു കളഞ്ഞ് ബന്ധങ്ങളെ വിച്ഛേദിപ്പിക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മുടെ മക്കളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം ബന്ധങ്ങൾ, ഫാമിലി ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്സ്. അത് ദൈവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആ ആർട്ട് പഠിച്ചെടുക്കുക. നമ്മൾ ദൈവസ്നേഹം, അതിരുകളില്ലാതെ സ്നേഹിക്കാനുള്ള കഴിവ്, ക്ഷമിക്കാനുള്ള കഴിവ്, സഹിക്കാനുള്ള കഴിവ്, കുറവുകളെ അംഗീകരിച്ച് ഒരു വ്യക്തിയുടെ ഗുണം നോക്കിയല്ല ദൈവം സ്നേഹിക്കുന്നത് പോലെ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുക. മുറിവുകൾ മറ്റുള്ള വ്യക്തികളിൽ നിന്നും നമുക്ക് മുറിവുകൾ ലഭിക്കുമ്പോൾ അവരെ അങ്ങ് ക്ഷമിക്കാൻ കഴിയുക, അല്ലേ? ഇതൊക്കെ സിമ്പിൾ ഡൈനാമിക്സ് ആണ്. ബഹുമാനം, ബന്ധത്തിനകത്തുള്ള ബഹുമാനം. അപ്പോൾ ഒരു വചനം എന്നും ഓർത്ത് വെക്കണം നമ്മൾ. 1 യോഹന്നാൻ 4. അതൊരു വലിയ പ്രിൻസിപ്പിളാണ്. റിലേഷൻഷിപ്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു ഭാഗമാണത്. 1 യോഹന്നാൻ 4:20. അവിടെ പറയുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ചെറിയ വാക്കുകളല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. ഒരു പക്ക സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുക. നിന്റെ മുൻപിൽ നിനക്ക് കാണാവുന്ന സഹോദരനെ. അപ്പം ഇത് പല മേഖലകളിൽ നമുക്കിതിനെ പ്രയോഗിക്കാം. മുൻപിൽ കാണുന്ന ഭർത്താവിനെ അനുസരിക്കാത്ത, കീഴ്പ്പെടാത്ത ഒരു സഹോദരി, അവൾ ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ആരാധനയാണ്, ഭയങ്കര അന്യഭാഷയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. സ്വന്തം മാതാപിതാക്കളെ അനുസരിക്കാൻ കഴിയാത്ത മക്കൾ അവരെങ്ങനെ ദൈവത്തെ അനുസരിക്കും? അവരുടെ ജീവിതത്തിൽ മറ്റുള്ള അതോറിറ്റി ഫിഗേഴ്സിനെ അവരെങ്ങനെ അനുസരിക്കും?
അത് സാധ്യമല്ല. അതുകൊണ്ട് ദൈവം ഈ ഭൂമിയിൽ, ഇത് വീടിനകത്ത് മാത്രമല്ല, നമ്മൾ സഭയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള മുതിർന്നവർ, പാസ്റ്റേഴ്സ്, ശുശ്രൂഷകന്മാർ, അവരോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനം, കീഴ്പ്പെടൽ, ഇതിനെല്ലാം ദൈവം മാർക്കിടും. കാരണം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബന്ധങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് ശമൂവേൽ ബാലൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. അമ്മ ദേവാലയത്തിൽ കൊണ്ടുവിട്ടു. ഏലി പുരോഹിതൻ പ്രായമായി വാർദ്ധക്യത്തിലിരിക്കുകയാണ് അല്ലേ. എന്നാൽ ഒരു സമയം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം വിളിക്കുകയാണ്. ആ ദൈവവിളി ശമൂവേൽ ബാലൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയാണ്. എന്നാൽ ആ ദൈവവിളി കേട്ടപ്പോൾ താൻ ആദ്യം ഓടിപ്പോയത് ഏലിയുടെ അടുക്കലേക്ക്. ഞാനിങ്ങനെ സങ്കല്പിക്കുകയായിരുന്നു, ഏലിയുടെ വിളി കേട്ട് നല്ല പരിചയമുണ്ട്, അതിനോട് പ്രതികരിച്ചെന്തോ അടിയനിതാ എന്ന് പറഞ്ഞ് ആ വിളി കേട്ട് പ്രതികരിച്ച് അനുസരിക്കുന്ന നല്ലൊരു ശീലം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവവിളി കേൾക്കുവാനുള്ള ഒരു ദിവ്യമായ കഴിവ് അവൻ്റെ ജീവിതത്തിൽ ഉളവാകുകയാണ്. സ്തോത്രം. ഇന്നല്ലേ സർവ്വസാധാരണമായ കാഴ്ചയാണ് വിളിച്ച വിളി കേൾക്കാത്ത കുഞ്ഞുങ്ങൾ. ചുമ്മാ അവരത് കേട്ടോണ്ടിരിക്കും. ആ സമയത്ത് വല്ലതും അവർ മൊബൈലിൽ കാണുമായിരിക്കും. ചെറിയ കാര്യങ്ങളാണ്. അവരപ്പുറത്തെ മുറിയിലിരിക്കുമായിരിക്കും. ഒരു 5 പ്രാവശ്യം വിളിച്ചാൽ മാത്രമേ ആ എന്നൊരു വിളി ചിലപ്പോൾ അവർ കേൾക്കത്തുള്ളൂ അല്ലേ. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടുന്ന കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞത് മാനുഷിക ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യതയുണ്ട്. ഞാൻ ഈ മാരേജ് കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില വഴക്കാണ്, ഹസ്ബൻഡും വൈഫും വഴക്കാണ്, എൻ്റെ വരെ എത്തി ഡിവോഴ്സ് ആകാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞിട്ടും അല്ലേ, ചില പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർ പ്രശ്നമുള്ള കേസുകളും ഉണ്ട്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യം ഞാൻ ഓർക്കുകയാണ്, എന്നെ അത് ഒത്തിരി ചിന്തിപ്പിച്ചു. അപ്പോൾ ഈ മോള് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ്. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് തന്നെ ഒരു പ്രയാസമോ ഇറിറ്റേഷനോ ഒക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് പറയുന്ന ഈ കുഞ്ഞ് കേൾക്കുന്നില്ല, അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് അടുക്കുന്നില്ല, എന്ത് പറഞ്ഞിട്ടും അടുക്കുന്നില്ല. ഫുൾ ഓഫ് കംപ്ലയിൻസ്, അതിൻ്റെ ഇടയ്ക്ക് കരയുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. ഏതായാലും കൊള്ളാം, ഒരു ചേഞ്ച് ആവട്ടെ എന്നോർത്ത് ഞാൻ ഈ ഭർത്താവിനെ പുറത്തോട്ട് വിട്ടിട്ട് ഇവളുടെ മാതാപിതാക്കളെ ഉള്ളിലേക്ക് വിളിച്ചു. സംസാരിക്കാമല്ലോ എന്നോർത്ത് വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഇത് എന്താ എന്ന് ചോദിച്ചപ്പോൾ എടുത്ത വായിൽ ആ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഡോക്ടറെ, ഇവള് പണ്ട് മുതലേ ഇങ്ങനെ, ഇവക്ക് നിർബന്ധ ബുദ്ധിയാ, ഞങ്ങൾ പറഞ്ഞാൽ ഇവള് കേൾക്കത്തില്ല. അമ്മ ഇങ്ങനെ തല കുനിച്ചിരിപ്പുണ്ട്. ജസ്റ്റ് ക്ലിയർ ആയിട്ട്, വേറെ ഒത്തിരി ഒന്നും പറയാനില്ല. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. കാരണം ഞാൻ അവരോട് പറഞ്ഞില്ല, ചോദിക്കാൻ പറ്റുമോ, ഓൾറെഡി അവർ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഞാൻ മനസ്സിലിങ്ങനെ ഓർത്ത്, എൻ്റെ ദൈവമേ, പിന്നെന്തിന് നിങ്ങൾ ഈ പെൺകൊച്ചിനെ കെട്ടിച്ചു വിട്ടു? ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ പോലും ഇവളുടെ ലൈഫിൽ ഇല്ലല്ലോ. പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പനും അമ്മയും പറഞ്ഞാൽ കേൾക്കത്തില്ലെങ്കിൽ ഇവള് നാളെ ഭർത്താവ് പറഞ്ഞാൽ ഇവള് കേൾക്കുമോ, അനുസരിക്കുമോ? ആ സ്പിരിറ്റേ അവളുടെ അകത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഈ തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരാം. ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത, ദൈവം അതിനെ എങ്ങനെ കാണുന്നു, അതെത്ര പവിത്രമാണ്. അത് നമുക്കൊരു ടൈം വേസ്റ്റ് അല്ല. അയ്യോ എൻ്റെ കരിയർ പോയി, അയ്യോ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അയ്യോ ഞാൻ വീടിനകത്തായി പോയി. അല്ല, ദൈവം നമുക്ക് കൃപ തരും. വീട്ടുകാര്യങ്ങൾ നല്ല രീതിയിലല്ലേ. നോക്കിക്കേ, ഭർതൃപ്രിയമാരും, ഹൗ ടു ലവ് യുവർ ഹസ്ബൻഡ്സ്. ഭർത്താവെന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഒരു പെൺകുട്ടി എങ്ങനെ പൊസിഷൻ ചെയ്ത് നിൽക്കണം. പുത്രപ്രിയമാരും, മക്കളെ എങ്ങനെ സ്നേഹിക്കണം. സുബോധവും പാതിവൃത്യമുള്ളവരും, വീട്ടുകാര്യം നോക്കുന്നവരും. ബി ഗുഡ് ഹോം മേക്കേഴ്സ്. ഇതൊക്കെ പഠിപ്പിക്കണം.
നമ്മുടെ യൗവനക്കാരികളെ നമ്മൾ പഠിപ്പിക്കണം. ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കുവാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. പ്രൈസ് ഗോഡ്. എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. അപ്പോൾ ഇത് പഠിപ്പിക്കണം, യൗവനക്കാരികളെ പഠിപ്പിക്കണം, നമ്മൾ അവരെ പരിശീലിപ്പിക്കണം. നാം മാതൃകയായിരിക്കണം. ആത്മീയ പക്വതയുള്ള സഭയിലുള്ള സഹോദരിമാർ, ആത്മീയ മാതാക്കന്മാരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നവർ നമ്മുടെ ലൈഫ് മാതൃകയായിരിക്കണം. കാരണം നമ്മൾ പലപ്പോഴും കർത്താവിനെ നോക്കിയാൽ മതി, എന്നെ നോക്കരുതേ എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. പൗലോസ് പറഞ്ഞതുപോലെ, യേശു കർത്താവ് പറഞ്ഞതുപോലെ, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. അങ്ങനെയാണ് പറഞ്ഞത്. അതേ പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തോട് അടുത്ത് വരുമ്പോൾ നമ്മളെ കാണുന്നവർ, നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ, നമ്മൾ എത്ര തീക്ഷ്ണതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത് കണ്ടുപഠിക്കുവാൻ നാം ഒരു മാതൃകയായിരിക്കണം. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം അല്ലേ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവീൻ എന്ന് എല്ലാ വിശ്വാസികൾക്കും ഒരു കീഴ്പ്പെടലിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കണം. അതേസമയം 22-ാം വാക്യം മുതൽ താഴോട്ട് വരുമ്പോൾ ഇതൊക്കെ പഠിപ്പിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇങ്ങനെയാണ് മക്കളെ ദൈവത്തിൻ്റെ പ്രമാണം, ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടുന്നത്. ദൈവീക ക്രമങ്ങൾ ബന്ധങ്ങൾക്കകത്ത് ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം പല പ്രശ്നങ്ങളുള്ളവരാണ്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, ശരി തന്നെ. പക്ഷെ ബന്ധങ്ങൾക്കകത്ത് കയറി കഴിയുമ്പോൾ ആരേത് പൊസിഷൻ എടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നോക്കിക്കേ, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. പല സ്ഥലങ്ങളിലും സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്, യുവർ ഓൺ ഹസ്ബൻഡ്സ്. കാരണം രണ്ടർത്ഥമുണ്ട് അതിന്. ഒന്ന്, സ്ത്രീകൾ അല്ലേ, സ്ത്രീകൾ ഇൻ ജനറൽ, എല്ലാ പുരുഷന്മാർക്കും നിങ്ങൾ എല്ലാ കാലത്തും കീഴടങ്ങിയിരിക്കണം എന്നൊരർത്ഥമല്ല പറയുന്നത്. ചില മേഖലകൾക്കകത്ത്, ഒരു പക്ഷേ ജോലി മേഖലകളായിരിക്കും, മറ്റുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളെ ഒരു പക്ഷേ ലീഡർഷിപ്പിലേക്ക് ദൈവമാക്കാനുള്ള സാധ്യതയുണ്ട്. സഭയിൽ ഒരു പുരുഷനായിരിക്കണം എപ്പോഴും ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ലീഡർഷിപ്പിൽ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ മറ്റുള്ള മേഖലകളിൽ, ഒരു പക്ഷേ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലായിരിക്കും, നിങ്ങളുടെ ജൂനിയറായിട്ട്, നിങ്ങളുടെ സബോർഡിനേറ്റ് ആയിട്ട് ഒരു പക്ഷേ പുരുഷന്മാർ ജോലിക്ക് നിൽക്കുന്നവർ കാണും. അപ്പോൾ അയ്യോ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും അദ്ദേഹം ഒരു പുരുഷനായതുകൊണ്ടും ഞാൻ അദ്ദേഹത്തിന് കീഴ്പ്പെടണമല്ലോ എന്നൊരു പ്രമാണത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന ആ ബന്ധത്തിനകത്തുള്ള ഒരു ഫിക്സഡ് അറേഞ്ച്മെൻ്റാണ് ദൈവം ഇവിടെ പറയുന്നത്. മറ്റൊരർത്ഥം, സഹോദരിമാർക്ക് ചിലപ്പം മറ്റുള്ള പുരുഷന്മാരോട് കീഴ്പ്പെടാൻ എളുപ്പമാണ് അല്ലേ. അത് നമ്മൾ അറിയാതെ അങ്ങനെ വന്നു പോകുന്നതാണ്. കാരണം സ്വന്തം ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കും, അവരുടെ ബലഹീനതകൾ നമുക്കൊന്നുകൂടെ അടുത്ത് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളപ്പം ചിലപ്പോൾ ആ ബഹുമാനം ഒക്കെ ഇച്ചിരി അങ്ങ് വിട്ടുപോകും, ചിലപ്പോൾ വാക്കുകളിൽ നമ്മൾ തെറ്റിപ്പോവും. പക്ഷേ മറ്റുള്ള പുരുഷന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഒരു ദൂരത്ത് നിന്നേ കാണുന്നുള്ളൂ, അവരുടെ ഒരു സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ പാസ്റ്റേഴ്സ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അനുസരിക്കും. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ HOD, നമ്മുടെ സീനിയേഴ്സ് അവർ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അനുസരിക്കും. പക്ഷെ വീടിനകത്ത് വരുമ്പോൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാനാണ് പല സഹോദരിമാർക്കും ബുദ്ധിമുട്ട്. പക്ഷേ അതുകൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുക, സ്വന്തം ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്നതുപോലെ. അപ്പോൾ അതിൻ്റെ ലെവൽ ആലോചിച്ചാട്ട്, ചില കാര്യങ്ങളിൽ എന്നുള്ളതല്ല, മനോഭാവം തന്നെ കീഴ്പ്പെടലിൻ്റെ ഒരു മനോഭാവമായിരിക്കണം. പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ട്, സ്നേഹിക്കണം. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സന്ദേശം വേറെയാണ് അല്ലേ. അത്രമാത്രം ക്രിസ്തുവിൻ്റെ സ്നേഹം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് കീഴ്പ്പെടാൻ എളുപ്പമാണ്. ഞാനതങ്ങ് പറഞ്ഞു പോകട്ടെ. പല പുരുഷന്മാരും അവർക്ക് ക്രിസ്തു സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാൻ മേലാത്തതിൻ്റെ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലേറെ ഉണ്ട്.
അത് ഫാമിലി സെമിനാറിലൊക്കെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കുകളാണത്. അപ്പോൾ ഈ സ്നേഹം കിട്ടാതെ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഒത്തിരി സഹോദരിമാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും വഴക്ക്, എന്നും അടി, എന്നും പ്രശ്നം. കാരണം അവരുടെ ആ 5 ലവ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞൊരു ഫേമസ് ബുക്കുണ്ട്. നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് ടാങ്ക് എന്ന് പറഞ്ഞ ഓരോ വ്യക്തികളുടെ ഉള്ളിലുമുണ്ട്. അതിങ്ങനെ കാലിയായി കിടക്കുന്ന പോലെയാണ്. ഒരു സ്ത്രീ തൻ്റെ അപ്പനെയും ഭവനവും ഒക്കെ വിട്ടു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഭർത്താവിൽ അവളുടെ അപ്പനെയാണ് അവൾ അന്വേഷിക്കുന്നത്. അതേ കരുതൽ, അതേ വാത്സല്യം, അതേ സ്നേഹം ഒരു സ്ത്രീക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ദ ടെൻഡർ ലവിങ് കെയർ അഫെക്ഷൻ. അത് അവളുടെ ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? ആ പ്രോത്സാഹനം. ഒരു പിതാവ് കൗതുകത്തോടെ മകളെ സ്നേഹിക്കുന്നത് പോലെ, അവളെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ, അവളെ ചേർത്ത് പിടിക്കുന്നത് പോലെ, അവളെ സെക്യൂർ ആക്കുന്നത് പോലെ അതേ കാര്യമാണ് അവളുടെ ഭർത്താവിൽ നിന്നും അവൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പല കുടുംബങ്ങളിലും ആ ലെവലിൽ തന്നെ പ്രോബ്ലമാണ്. ഹൃദയം നിറയെ സ്നേഹമാണെങ്കിലും, അല്ലേ, നമ്മളൊരു ഗോദ്രേജ് അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നത് പോലെ സ്നേഹമെല്ലാം ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കുക. നമ്മളത് കാണിക്കത്തില്ല, നമ്മളത് പ്രകടിപ്പിക്കത്തില്ല. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഒരിക്കലും സ്നേഹമാകുന്നതുമില്ല. നമ്മുടെ ദൈവത്തിന് ഒത്തിരി സ്നേഹമുണ്ട്. പക്ഷെ ദൈവം അത് പ്രകടിപ്പിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇല്ലായിരുന്നെങ്കിലോ? ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? യേശു കർത്താവ് ക്രൂശിൽ 2 ആണിമേൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, ദിസ് മച്ച് ഐ ലവ്ഡ് യു. ലവ് ഈസ് ഓൾ അബൌട്ട് സാക്രിഫൈസ്. ലവ് ഈസ് അബൌട്ട് എക്സ്പ്രസിങ്. പ്രകടിപ്പിക്കാത്ത സ്നേഹമല്ല. അപ്പോൾ ഒത്തിരി സഹോദരിമാർക്ക് എനിക്കറിയാം അവരേറെ വേദനിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് സഹോദരിമാർക്കുള്ള ലേഡീസ് സെമിനാർ പോലെ പുരുഷന്മാർക്കും ഉണ്ടായിരിക്കണം. ഭാര്യമാരെ ചേർത്ത് പിടിക്കുന്നത്, സ്നേഹിക്കുന്നത്, അവരെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെ എന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ചെടുക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുരുഷന്മാർക്ക്. കാരണം സഹോദരിമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവ് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ്. ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് അവർ ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, അല്ലേ, നമ്മൾ പുരുഷന്മാർ അവർ നല്ല മിടുക്കരായിരിക്കണം. ഒരല്പം സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഇങ്ങ് കിട്ടും, അവരങ്ങ് കൂടെ ചേരും. അതേസമയം വഴക്കും ക്രിറ്റിസിസവും, അല്ലേ, ശകാരവും ഈ ഒരു മേഖലയ്ക്കകത്ത് ഒരിക്കലും കാര്യങ്ങൾ ശരിയാവത്തില്ല. എന്നാൽ ഒരല്പം സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ, വാത്സല്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കൂടെ ചേർത്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ സ്നേഹം പിടിച്ചു മേടിക്കാൻ പറ്റത്തില്ല. സഹോദരിമാരുടെ പ്രശ്നം എന്താണ്? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കണം. ഇന്നാണേലും ഈ മീറ്റിംഗ് കഴിഞ്ഞ് ദയവ് ചെയ്ത് സഹോദരിമാരാരും വീട്ടിൽ പോയി അങ്ങനെ ഡിമാൻഡ് ചെയ്ത് വഴക്കുണ്ടാക്കരുത്. നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തതാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നമെന്ന് ഇന്ന് കേരളത്തിൽ നിന്നൊരു ഡോക്ടർ സൂം വഴി ഞങ്ങളെ പഠിപ്പിച്ചു എന്നൊന്നും ദയവ് ചെയ്ത് പറയരുത്. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചു മേടിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. സ്നേഹിക്കപ്പെടുന്ന വിധത്തിലുള്ള പാത്രങ്ങളായി തീരുക. തിരിച്ചതുപോലെ തന്നെ പുരുഷന്മാർക്ക് ബഹുമാനം കൊടുക്കണം എന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീയിൽ നിന്നും പിടിച്ചു മേടിക്കാൻ അത് കഴിയത്തില്ല. അവിടെയാണ് നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ പരസ്പരം കറക്റ്റ് ചെയ്യും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ഭാര്യ പറയും. നീ എന്നെ ബഹുമാനിക്കുന്നില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഈ 2 കൂട്ടരും ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക. ഇതൊരിക്കലും ഒട്ട് ശരിയാവുന്നുമില്ല. എന്നാൽ മറ്റൊരു വ്യക്തിയെ കറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഞാൻ ചെയ്യേണ്ടുന്നത് ഞാൻ അങ്ങ് ചെയ്യുക. അതിൻ്റെ പ്രതിഫലം ദൈവം തന്നോളും. ബഹുമാനിച്ച് തുടങ്ങുക, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്ന, എനിക്കിങ്ങോട്ട് എന്തോ കിട്ടി, എനിക്ക് കിട്ടിയില്ല, എനിക്ക് സ്നേഹം കിട്ടിയില്ല, എനിക്ക് ബഹുമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അടിയിടുന്നതിനെക്കാട്ടിലും ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതേറെ നല്ലത് എന്ന് വചനം പഠിപ്പിക്കുന്നല്ലോ. സ്നേഹം കൊടുക്കുക.
സ്നേഹം കൊടുക്കുക. ഇങ്ങോട്ട് തിരിച്ചെന്തോ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ സ്നേഹം കൊടുക്കുക. ഭാര്യമാരോടുള്ള ബന്ധത്തിൽ പറയട്ടെ, ബഹുമാനം കൊടുക്കുക. കാരണം നിങ്ങളുടെ പുരുഷൻ ഒരുപക്ഷെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു റോ മെറ്റീരിയൽ പോലെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, അല്ലേ? ശീമോനെ ദൈവം പത്രോസാക്കി മാറ്റി. കർത്താവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ വെറും ശീമോനായിരുന്നു, എല്ലാത്തിനും ആടി ഉലയുന്നവനായിരുന്നു. എന്നാൽ കാലക്രമേണ അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം വന്നു. ഒരു പാറയായി ദൈവം അവനെ മാറ്റുകയാണ് എന്ന് പറയുന്നത് പോലെ വിവാഹം കഴിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് ഒത്തിരി ഹിഡൻ പൊട്ടൻഷ്യൽ രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ട്. അത് പരസ്പരം സ്നേഹിച്ച്, ബഹുമാനിച്ച്, സഹായിച്ച്, എൻകറേജ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ രണ്ടുപേരും വളരും. ആ സ്ത്രീ തൻ്റെ പുരുഷനെ ബഹുമാനിക്കുന്നതിലൂടെ ആ പുരുഷൻ ഒരുപാട് അപ്ഗ്രഡേഷൻ വരും. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ അദ്ദേഹം വളരും. ഞാനിങ്ങനെ പറയാറുണ്ട് സഹോദരിമാരോട്, യു ബിക്കം ദ ഫസ്റ്റ് ഫോളോവർ ഓഫ് യുവർ ഹസ്ബൻഡ്. അദ്ദേഹത്തിനൊരു ലീഡറായിട്ട്, ആ കുടുംബത്തിൻ്റെ നാഥനാണ്. സോ യു സബ്മിറ്റ് ടു ഹിം. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ഭയങ്കര പ്രമാണങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയും നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്. എന്നാൽ അതേസമയം ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, ഇങ്ങനെ ഒരു കീഴ്പ്പെടലിനെ കുറിച്ച് വളരെ ശക്തമായി വിശ്വസിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ ഇങ്ങനെ ഒരു സൈഡിൽ പറയുമ്പോൾ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. ഒരു ഹൈറാർക്കിയിലാണ്, ഞാൻ അച്ചായനാണ് നീ താഴെയാണ് എന്ന് പറയുന്ന ഒരു ബന്ധമല്ല. നല്ല കൂട്ടുകാർ, നല്ല ബന്ധമായിരിക്കണം, സുഹൃത്തുക്കളായിരിക്കണം. എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. ഇപ്പം നീ ഭാര്യ, അതുകൊണ്ട് നീ മിണ്ടരുത്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്ന ഒരു നിലവാരമല്ല. ഒരു തക്ക തുണയായി, സഹായിയായിട്ടൊരു സഹോദരിയെ ദൈവം തന്നിട്ടുണ്ട് എങ്കിൽ അവളുടെ ചിന്തകൾ, അവളുടെ കാഴ്ചപ്പാടുകൾ, അവൾക്ക് പറയാനുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അബ്രഹാമിനോട് സാറാ പറയുന്നത് നീ കേൾക്കുക എന്ന് ഒരവസരത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചതുപോലെ അവൾക്ക് പറയാനുള്ളത് മുഴുവനും പ്രകടിപ്പിക്കുവാനുള്ള വേദികൾ സഹോദരിക്കുണ്ടായിരിക്കണം. എന്നാൽ അതിൻ്റെ അവസാനമുള്ള തീരുമാനമെടുക്കേണ്ടുന്ന സ്വാതന്ത്ര്യം ഒരു പുരുഷന് തന്നെ ആയിരിക്കണം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. ഇത് ദൈവത്തിൻ്റെ ഓർഡറാണ്. ഒരു കാരണവശാലും നമുക്കിത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ തലയായി തീരുക എന്ന് പറയുമ്പോൾ അത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. അതൊരിക്കലും അങ്ങനെ ആയിരിക്കരുത്. എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ അനനിയാസിൻ്റെയും സഫീറയുടെയും കാര്യം എപ്പോഴും പറയാറുണ്ട്. അവർ തമ്മിൽ ഭയങ്കര ഐക്യതയായിരുന്നു, അല്ലേ? പക്ഷെ തെറ്റായ കാര്യത്തിന് വേണ്ടി അവർ ഐക്യത പുലർത്തി. സഹോദരിമാരോട് എപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം, ശരി, ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോഴുള്ള ഒരു ബന്ധമാണ് ഭർത്താവ്, മക്കൾ, കുടുംബം എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിത്യതയോളം നിലനിൽക്കുന്നതും ജീവിതത്തിൽ ഒന്നാം സ്ഥാനമായിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ്. യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അത് വ്യക്തിപരമായൊരു ബന്ധമാണ്. ഭർത്താവ് വഴി ദൈവത്തോടൊരു ബന്ധം പുലർത്തുവാനല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ശരിയും തെറ്റും ഇൻഡിപെൻഡൻ്റ്ലി ഗ്രഹിക്കാനുള്ള പരിജ്ഞാനം സഹോദരിമാർക്കുണ്ടായിരിക്കണം. അനനിയാസും സഫീറയോടുള്ള ബന്ധത്തിൽ എന്താ സംഭവിച്ചത്? പത്രോസ് അപ്പോസ്തലൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവളുടെ ഭർത്താവ്, അല്ലേ, അവരൊരു ഒരു 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 ചെറിയ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയ്യോ ഒന്നുമില്ലേ, ഇത്രയും കാശ് കൊണ്ട് സഭയ്ക്ക് കൊടുത്തതല്ലേ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ചെറിയ എമൗണ്ടിൻ്റെ ഏതാണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതേ ഉള്ളൂ. അല്ല, ആദിമ സഭയിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും തീയും, അല്ലേ, ജീവിത വിശുദ്ധിയുടെ നിലവാരങ്ങൾ അത്ര ഉയർന്നതായതുകൊണ്ട് പെട്ടെന്ന് ന്യായവിധി വെളിപ്പെട്ടു. സ്തോത്രം. ഇതൊന്നും അറിയാതെ അവൾ കയറി വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലേ, പരിശുദ്ധാത്മാവിനെ ഹൗ കുഡ് യു എഗ്രി ടുഗെദർ ടു ടെസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർ തമ്മിൽ ഭയങ്കര എഗ്രിമെൻ്റ് ആയിരുന്നു, എല്ലാം ഒരേ ചിന്ത. അവിടെ എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെ നിങ്ങൾ ഒത്തു എന്നാണ് പറയുന്നത്?
പറയുന്നത്. ഹൗ ഡിഡ് യു എഗ്രി ടുഗെദർ? അപ്പം അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റിൽ സഹോദരിമാർ ഏർപ്പെടരുത്. ഭർത്താവാണെന്ന് വെച്ച് നമ്മൾ സാധാരണ പറയത്തെ കുഴിക്കകത്ത് ചാടാൻ പറഞ്ഞാലും എന്താ അങ്ങ് ചാടിയേക്കാം. അങ്ങനെയല്ല. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനപ്രകാരം പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥനയോടെ ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഞാൻ ചിന്തിക്കുക, അവരുടെ കാര്യത്തിൽ പുള്ളിക്കാരത്തിക്ക് അത്രയ്ക്കൊരു പരിജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ, അയ്യോ അച്ഛാ നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്ന് അവൾക്കൊന്ന് പറയാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ, കളവ് കാണിക്കാൻ പാടില്ല, നമ്മൾ ഇത്രയും എമൗണ്ട് അല്ലേ കൊടുക്കാം, ഈ ലാൻഡ് നമ്മൾ വിറ്റിട്ട് ഇത്രയും പൈസ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതല്ലേ, അതിനകത്ത് ഇനിയൊരു വ്യത്യാസം നമ്മൾ കാണിക്കുന്നത് തെറ്റാണച്ചാ, അങ്ങനെ നമ്മൾ ചെയ്യരുതേ എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റാൻഡ് എടുത്ത് അവൾ നിന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ അനനിയാസിൻ്റെ ചിന്തകൾ അത് മുഖാന്തരം തിരിയുവാനിടയായനെ. അപ്പം അങ്ങനെ വചനത്തിനെതിരായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് ഭർത്താവിന് കീഴ്പ്പെടണം എന്ന് വിചാരിച്ച് നമ്മൾ ഒരു തെറ്റവിടെ കാണിക്കരുത്. എന്നും ദൈവത്തിനും ദൈവവചനത്തിനുമാണ് ഒന്നാം സ്ഥാനം. ആബ്സല്യൂട്ട് ഒബീഡിയൻസ് ഈസ് ഓൺലി ടുവേർഡ്സ് ഗോഡ്. സബ്മിഷനും ഒബീഡിയൻസ് എന്നും പറയുന്നത് രണ്ടും രണ്ട് കാര്യമാണ്. ഒബീഡിയൻസ് ഈസ് അബ്സല്യൂട്ട്. അത് ദൈവത്തോട് മാത്രമേ നമുക്ക് ആ രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ. അപ്പോസ്തലന്മാർ അവരോട് അധികാരത്തിലിരിക്കുന്നവർ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം പറയുവാനായിട്ട് കഴിയത്തില്ല. അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് വ്യക്തമായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഏത് അധികാരത്തിലിരിക്കുന്നവരാണെങ്കിലും. പക്ഷേ അതേ അധികാരികൾ സുവിശേഷം പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ അധികാരിയെക്കാട്ടിലും വലിയ അധികാരിയായിരിക്കുന്ന ദൈവം പറയുന്നതിന് മാത്രമേ നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കാവൂ. അതേ ഒരു കാര്യമാണ് ഭാര്യ ഭർത്താവ് ബന്ധത്തിനകത്തും. ഭർത്താവ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ദൈവവചനത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന, ദൈവഭയമുള്ള, ദൈവവചനം അനുസരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവൾ മുഖാന്തരം ദൈവത്തിൻ്റെ വഴികളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആ കുടുംബത്തിന് കഴിയും എന്നും നമ്മൾ മറന്നു പോകരുത്. സോ ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ലെറ്റ് ദാറ്റ് ബി ദ ബേസിസ് ഓഫ് യുവർ ലവ് ആൻഡ് യുവർ സബ്മിഷൻ ടു യുവർ ഹസ്ബൻഡ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ദൈവിക ക്രമം നമ്മൾ മനസ്സിലാക്കുന്നതിനകത്ത് ഏറെ പ്രാധാന്യമാണ് ദൈവവചനം നമുക്ക് കാണിക്കുന്നത്. റിലേഷൻഷിപ്സ് ആർ സോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ തന്നെ കണ്ട് 5-ാം അധ്യായത്തിൽ അതിൻ്റെ 32-ാം വാക്യത്തിൽ പറയുന്നത് ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പം ഈ പറയുന്ന വിഷയങ്ങൾ ഇതൊരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല. ഇത് വലിയൊരു ബന്ധത്തിൻ്റെ നിഴലായിട്ടൊരു മർമ്മമാണിത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഒരു സ്വർഗത്തിൻ്റെ അനുഭവം, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഹോളുണ്ടോ, ഗ്രൗണ്ടുണ്ടോ, ലീസിന് സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത്. സമാധാനത്തിൻ്റെ ഒരു ഭവനമുണ്ടോ? ഈസ് ദർ എ ഹൗസ് ഓഫ് പീസ്? ഈസ് ദർ എ മാൻ ഓഫ് പീസ്? അങ്ങനെ ഒരു കുടുംബമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ വർദ്ധിച്ചു വരുവാൻ അത് മതി, ആ പട്ടണത്തിൽ അത് മതി എന്നാണ് യേശു കർത്താവ് പറയുവാനിടയായി തീർന്നത്. എത്രയോ പ്രാധാന്യം ഒരു ഭവനത്തിൽ, സമാധാനത്തിൻ്റെ ഒരു ഭവനം, ദൈവത്തിൻ്റെ വചനപ്രകാരം പണിയപ്പെട്ട ഒരു ഭവനം. അവിടെ പരിശുദ്ധാത്മാവിന് ഫ്രീ ആക്സസ് ആണ്. ആ പൊട്ടൻഷ്യൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 പേര് എൻ്റെ നാമത്തിൽ ഐക്യമെത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ആ ഇമ്പോർട്ടൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 പേര് മതി. അതാദ്യം തുടങ്ങുന്നത് ഭവനത്തിലല്ലേ. ഒരു ഹസ്ബൻഡ് വൈഫിനേക്കാൾ അപ്പുറത്ത് ഐക്യമെത്തിയപ്പെടുവാൻ ആർക്ക് കഴിയും? ഒത്തിരി പേര് വേണ്ട. ഹസ്ബൻഡും വൈഫും അവർ തമ്മിൽ ആ ഒരു വണ്ണസ്, ആ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കി എന്തുമാത്രം പൊട്ടൻഷ്യലാണ് അതിനകത്തുള്ളത്. അവർ എന്ത് യാചിച്ചാലും, അവർ എഗ്രി ചെയ്ത് എന്ത് യാചിച്ചു കഴിഞ്ഞാലും ദൈവം അത് അവർക്ക് ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബജീവിതങ്ങളുടെ മേലെ ഏറ്റവും അധികം അറ്റാക്ക്.
ഫാമിലീസിലാണ് പിശാച് അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അവർ ഐക്യമെത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഒരു ഫോഴ്സാണ്. അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ ചേർന്ന് വരുന്ന ഒരു സഭ, അവർ ഭയങ്കര ഒരു സൈന്യമായിട്ടൊരു പട്ടണത്തിൽ അവർക്ക് നിൽക്കുവാനായിട്ട് കഴിയും. അപ്പം ഭവനത്തിനകത്ത് തന്നെ നമുക്ക് ഐക്യമെത്തിപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിൽ സഭ പോലെ ഒരു സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഐക്യമെത്തിപ്പെടുവാനായിട്ട് കഴിയും? അപ്പോൾ അത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും മക്കളെക്കുറിച്ച് അവിടെ പറയുകയാണ്, അല്ലേ? മക്കൾ ദൈവത്തിൻ്റെ പ്രമാണമാണിത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ, അത് ന്യായമല്ലോ. അനുസരണം ശ്രദ്ധിക്കണേ. മക്കളെ വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോൾ അവരിൽ കാണേണ്ടിയ ഗുണങ്ങൾ അനുസരിക്കുവിൻ. അനുസരണം, അനുസരണത്തിൻ്റെ ആത്മാവ് മക്കളിൽ അത് ഉളവാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കളുടെ മേൽ ദൈവം തന്നിരിക്കുക. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. നോക്കിക്കേ, പ്രൈസ് ഗോഡ്, അല്ലേ? ദൈവത്തിൻ്റെ പ്രമാണമാണ്. അനുസരിക്കണം, അനുസരിക്കണം. കുഞ്ഞുങ്ങളിൽ അത് ഉളവാക്കിയെടുക്കുക. 4-ാം വാക്യം, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഉത്തരവാദിത്തം നമുക്ക് തന്നിരിക്കും. ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നിങ്ങൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ദൈവത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉപദേശിക്കണം. വലിയ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ പുറത്ത് തന്നിരിക്കുന്നത്. അവരെ ഇറിറ്റേറ്റ് ചെയ്യരുത്, അവരെ പ്രൊവോക്ക് ചെയ്യരുത്, അവരെ കോപിപ്പിക്കരുത്. പക്ഷേ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തുവിൻ. നമ്മൾ പ്രോവേർബ്സിൽ വായിക്കുന്നുണ്ട്, സദൃശ്യവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പാരൻറ്റിങ്ങിന് 1-2 കാര്യങ്ങൾ ടച്ച് ചെയ്യാം. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 22-ാം അധ്യായം. ഇത് കുടുംബം എന്നുള്ളതിൻ്റെ പ്രാധാന്യത, അതിനകത്ത് ദൈവത്തിൻ്റെ വഴികൾ, ഭാര്യയും ഭർത്താവും അവരുടെ ബന്ധം, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ദൈവത്തിനുണ്ട്, ദൈവവചനത്തിലുമുണ്ട്. നമ്മളത് അതുപോലെ അങ്ങെടുത്ത് അനുസരിച്ചാൽ മതി. 22-ന്റെ 6 പറയുന്നത് നോക്കിയ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പം ശ്രദ്ധിക്കണേ, ബാലൻ, ഇംഗ്ലീഷിൽ പറയുന്ന ട്രെയിൻ അപ്പ് എ ചൈൽഡ് എന്നാണ് പറയുന്നത്. നമുക്ക് മാതാപിതാക്കൾക്ക് പലർക്കും കുഞ്ഞുങ്ങൾ യൗവനപ്രായത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ബോധ്യം വരുന്നത്, അയ്യോ ഇവൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലോ എന്ന് അന്നേരമാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ജനിച്ച് വീഴുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ്, നമ്മുടെ കയ്യിലോട്ടാണ്. ആ കുഞ്ഞു പ്രായം മുതൽ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവനെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ, അപ്പം നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട്, ആ വഴിയിൽ തന്നെ അവനെ നടക്കാൻ അഭ്യസിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അങ്ങനെ ചെയ്താൽ ഒരു പ്രോമിസാണ്, അവൻ വൃദ്ധനായാലും അവനത് വിട്ടുമാറത്തില്ല. ട്രെയിൻ ചെയ്യണം. അത് തന്നെ താഴോട്ട് 15-ാം വാക്യം നോക്കിക്കേ, ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്നും അകറ്റിക്കളയും. അല്ലേ? ഇന്ന് പാശ്ചാത്യ ലോകത്തൊന്നും നമുക്ക് മിണ്ടാൻ പറ്റുകയില്ല. ഇത് പിള്ളേർക്കെങ്ങാണോ അടി കൊടുത്തോ വല്ലതും ചെയ്യുവോ ചെയ്തു കഴിഞ്ഞാൽ അവർ പോലീസിനെ വിളിച്ചാൽ അപ്പനും അമ്മയും ജയിലിനകത്തായിരിക്കും. ജെൻറ്റിൽ പാരൻറ്റിങ് എന്നൊരു കാര്യമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് ഒരു വശമുണ്ട്. കാരണം നമ്മുടെ അപ്പനും അമ്മയൊക്കെ, അല്ലെ നമ്മൾ പലപ്പോഴും നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ പിടിച്ചടിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യും. അത് തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ്. അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മുടെ ദേഷ്യം എങ്ങനെയെങ്കിലും, ചിലപ്പം ഭർത്താവും ഭാര്യയും കൂടെ വഴക്കുണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ദേഷ്യം മക്കളുടെ പുറത്തിറക്കും. അല്ലെ ജോലി സ്ഥലത്ത് നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ കാരണം നമ്മൾ പിള്ളേരെ ഇട്ടടിക്കും. അല്ലേ? ബെൽറ്റ് എടുത്തടിക്കുന്നു, ചാർജർ എടുത്തടിക്കുന്നു, ചപ്പലെടുത്ത് എറിയുന്നു, ചട്ടുക എടുത്ത് എറിയുന്നു. ഇതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.
എന്നാൽ ശിക്ഷണത്തിൻ്റെ വടി, റോഡ് ഓഫ് ഡിസിപ്ലിൻ, അത് ശരിക്കും ഒരു വടിയാണ്. കാര്യം പറഞ്ഞു കൊടുത്ത് മക്കളെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തതിന് ശേഷവും അനുസരണക്കേട് നിമിത്തം, ശാഠ്യം നിമിത്തം കുഞ്ഞുങ്ങൾ വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നീ പറഞ്ഞു തന്നിട്ടും ഇത് ചെയ്തത് തെറ്റാണ്, അതിന് നിനക്കൊരു ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ് പ്രയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഈ വടി. അവർക്ക് നോവുന്നത് പോലെ, അല്ലേ, അവർക്ക് മനസ്സിലാകണം ഞാൻ ഈ ചെയ്തത് തെറ്റാണ്. ആ ചെറിയ പ്രായത്തിൽ ആ ശിക്ഷണം നല്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ അവരെ കൊടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ ശാഠ്യം, ആ സ്റ്റബേൺനെസ്, അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം. അടുത്ത ഒരു കാര്യം, അതേ 23-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 23:13, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ലല്ലോ. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ്. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനം, വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും വിടുവിക്കും. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ വഴികളാണ് ഇതെല്ലാം. 24-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ, ഭവനം പണിയുന്ന, ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. ഇഷ്ടികയും സിമെൻറ്റും വെച്ചൊരു വീട് പണിയുന്നു എന്നല്ല ഇവിടെ പറയുന്നത്, അല്ലേ. വീടുകൾ അങ്ങനെ പണിയാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു ഭവനം പണിയണമെങ്കിൽ അതിന് ജ്ഞാനം വേണം. ദൈവത്തിൻ്റെ വഴികളെ അറിയാവുന്നവരായിരിക്കണം. വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികൾ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ചേർത്ത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 ശമൂവേൽ നമുക്കൊന്ന് നോക്കാം. 1 ശമൂവേൽ 15-ാം അധ്യായം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദം ആകുമോ? അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Behold, to obey is better than sacrifice, and to heed than the fat of rams. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ദൈവത്തിന് വേണ്ടി ഒത്തിരി യാഗങ്ങൾ പുതിയ നിയമത്തിൽ വന്നതിന് ശേഷവും നമ്മുടെ ഒരു ചിന്തയാണ്, നമ്മൾ കർത്താവിന് വേണ്ടി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന് നമ്മളോട് ഭയങ്കര ഇംപ്രഷനാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് കേട്ടോ. പക്ഷേ ദൈവം ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന് ദൈവം മാർക്കിടുന്ന ദൈവമാണ്. ഈ ശൗലിനെ മാറ്റി ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം പറഞ്ഞ ഒരു കാര്യം, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. അവൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജാവായിട്ട് ഒരിക്കലും ക്വാളിഫൈ ആവില്ല അവൻ. പക്ഷേ ദൈവം അവൻ്റെ ഹൃദയത്തെയാണ് നോക്കിയത്. അനുസരണം ദൈവത്തിനേറെ പ്രസാദമുള്ള ഒരു വിഷയമാണ്. 23-ാം വാക്യം ശ്രദ്ധിച്ചോണം. ബൈബിളുള്ളവരെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്താട്ടെ. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. സ്തോത്രം. 2 കാര്യങ്ങൾ നമ്മുടെ വീടുകളിലും മക്കളിലും നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിലും ഒക്കെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന 2 പ്രവണതകൾ: റെബല്യൻ, ഇൻസബോർഡിനേഷൻ, സ്റ്റബേൺനെസ്. മത്സരം, ശാഠ്യം. അതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഇത് ഭംഗിവാക്കായി പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ലിറ്ററലി നമ്മെ ആഭിചാരത്തിലേക്കും, അല്ലേ, മൂർത്തിപൂജയിലേക്കുമൊക്കെ കൊണ്ടെത്തിക്കുന്ന വിഷയങ്ങളാണ്. കാരണം ഇതിൻ്റെ ബാക്കി നമുക്കറിയാം. ശൗൽ രാജാവിൻ്റെ അവസാനം എവിടെയായിരുന്നു? ഈ ശാഠ്യം അവനെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് നമുക്കറിയാം, അല്ലേ. ലക്ഷണം പറയുന്നവൾ വരുടെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് റെബല്യൻ. അതൊരു ബാഡ് കാര്യമാണ്.
നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ശാഠ്യമിട്ടല്ലേ, ഇത് വേണം എന്ന് പറഞ്ഞാൽ അത് വേണം, അവിടെ കിടന്നുരുളുന്നു, വഴക്കുണ്ടാക്കുന്നു, മുറിയടച്ചിരിക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു. എന്തിന് ഏറെ ഇത് വീടിനകത്ത് മാത്രമല്ല, സഭയ്ക്കകത്തോ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു. ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് എന്താ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. എല്ലാവർക്കും എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, അതല്ലേ അതിൻ്റെ ശരി എന്നൊരു റോങ് ഈസ് ദ ന്യൂ റൈറ്റ് എന്ന് പറയുന്ന പോലെ, ബ്ലാക്ക് ഈസ് ദ ന്യൂ വൈറ്റ് എന്നൊക്കെ ഇപ്പോഴത്തെ തലമുറ പറയുന്നത് പോലെ ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യണം എന്നൊരു പ്രമാണവും ഇല്ല എന്നങ്ങ് ആക്കി വെച്ചേക്കുക. പക്ഷെ ദൈവത്തിൻ്റെ സ്ഥിരമായ പ്രമാണങ്ങളായത്, ദൈവത്തിന് ആ ഒരു ഓർഡർ, ആ ഒരു ഹൈറാർക്കി അല്ലേ, ആരോട് കീഴ്പ്പെട്ടിരിക്കണം, അധികാര സ്ഥാനങ്ങളിൽ ദൈവം ഇരുത്തിയിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ബഹുമാനം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എത്രയോ ഉദാഹരണങ്ങൾ ദൈവവചനത്തിനകത്ത് നമ്മൾ പല വിധത്തിൽ നമുക്ക് കാണാം. ശൗലിൻ്റെയും ദാവീദിൻ്റെയും കാര്യം കാണാം അല്ലേ. ഒരു കാലഘട്ടത്തിൽ ദൈവം തിരസ്കരിച്ച ഒരു രാജാവാണ് ശൗൽ എന്നറിയാം. എന്നാൽ പോലും തൻ്റെ കയ്യിൽ കിട്ടി ശൗലിനെ. ആർക്ക്? ദാവീദിന്. രാജാവിൻ്റെ അഭിഷേകം ദാവീദിൻ്റെ മേൽ വന്നു. എന്നാൽ പോലും ഇവൻ ദൈവത്തിൻ്റെ അഭിഷേക്തൻ, ഇവനെ ഞാൻ എങ്ങനെ തൊടും എന്ന് പറഞ്ഞ് ദാവീദ് അദ്ദേഹത്തെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് മാറുകയാണ്. ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് അവിടെ നമ്മൾ കാണുന്നത്. പ്രൈസ് ഗോഡ്. മോശയോട് മത്സരിച്ച അഹരോനും മിരിയാമും എത്രയോ ചരിത്രങ്ങൾ അല്ലേ. ഒരുപക്ഷെ അത്ര സ്ഫുടമായി സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു മോശ, മരുഭൂമിയിലൂടെ നടന്ന് ലോകത്തിലേക്കും സൗമ്യനായി തീർന്ന് പെട്ടെന്ന് സ്മാർട്ടായിട്ട് ഉത്തരവൊന്നും പറയാൻ അറിയാൻ മേലാത്ത ഒരു മോശ. ആഹാ, ഇയാൾ മാത്രമേ ദൈവശബ്ദം കേൾക്കത്തുള്ളൂ, അതിനെക്കാട്ടി സ്മാർട്ടായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാമല്ലോ എന്ന് പറഞ്ഞ് അഹരോനും മിരിയമും മോശയ്ക്കെതിരെ തിരിഞ്ഞപ്പോഴും സ്തോത്രം, ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനായിരിക്കുന്ന മോശയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ വലിയ ന്യായവിധി കുഷ്ഠരോഗമായി ഇവരുടെ മേൽ വരുന്ന ആ രംഗം നമ്മൾ കാണുകയാണ്. നമ്മുടെ മക്കളെ അനുസരണം പഠിപ്പിക്കുക. റെബല്യൻ ഈസ് ആസ് ദ സിൻ ഓഫ് ഡിവിനേഷൻ. എൻ്റെ വഴി, എൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നിന്ന് അനുസരണത്തിൻ്റെ ഒരു ആത്മാവ് വ്യാപരിക്കട്ടെ. കാരണം മത്സരം ആഭിചാരദോഷം പോലെയാണ് അല്ലേ. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. വിശ്വാസികളായ നമ്മൾ എന്തുവാ വിഗ്രഹവും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് അനുസരണക്കേടും ശാഠ്യവും ഈ മത്സരമൊക്കെ നമ്മൾ ഈസി ആയിട്ട് ടോളറേറ്റ് ചെയ്യും. ഒരാക്ഷനും നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന വലിയ വിളിയാണ്. ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരപ്പൻ, ഒരമ്മ അല്ലേ. ദൈവം തന്നിരിക്കുന്ന ഒരു പൊസിഷനാണ്. അതിലേക്ക് ക്വാളിഫൈ ചെയ്ത് നമ്മൾ വളരുക, ആ സ്ഥാനത്ത് നിൽക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക. ഇതൊക്കെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ്. പ്രൈസ് ദി ലോർഡ്. സഭയിൽ മുതിർന്ന സഹോദരിമാർക്ക് ദൈവം വലിയൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തെ മാതൃകയായി അവർ കാത്തു പരിപാലിക്കണം. യൗവനക്കാരികളെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവർ പരിശീലിപ്പിക്കണം. അത് ലിസ്റ്റായിട്ട് നമ്മൾ കണ്ടു. അതിനകത്ത് ഒരു കുടുംബം, ഒരു ഭവനം ദൈവമേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ്. അതിനകത്തുള്ള ബന്ധങ്ങൾ, അതിനകത്തുള്ള ദൈവത്തിൻ്റെ വഴികൾ, ഒരു ഹസ്ബൻഡ് വൈഫ്, അപ്പനും അമ്മയും മക്കളും മറ്റുള്ളവരോടുള്ള ബന്ധം, ഇതിനൊക്കെ ഏറെ പ്രാധാന്യം കർത്താവ് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. ദിസ് ആർ ഗോഡ്സ് വേയ്സ്. ഇതൊക്കെ ദൈവത്തിൻ്റെ വഴികളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മളെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് ഒരു നല്ല ഫൗണ്ടേഷൻ നമുക്ക് വരുന്നത് പോലെയാണ്. കാരണം ജോലിക്ക് പുറത്തിറങ്ങി ജോലിക്ക് പോകുന്നവരാണ് നമ്മൾ, ശുശ്രൂഷ മേഖലകളിൽ ഇടപെടുന്ന പോലെയാണ്. പക്ഷേ ഇതിപ്പം ഒരു ഫൗണ്ടേഷൻ കാര്യമാണ്. ഈ തരത്തിലുള്ള ഒരു അടിസ്ഥാനമില്ലാതെ ഇതിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ നമുക്ക് പണിയുവാനായിട്ട് കഴിയത്തില്ല. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.